ഇപ്പൊ ആറാട്ടിന് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടാ, ഇത് കണ്ടായിരുന്നോ? എന്തായിട്ടാണ് പോയത്? വായിക്കാമോ? ഞാൻ വായിക്കാം. ആറാട്ടിൻ്റെ പോസ്റ്റിൽ ഇത് ഞാൻ അവതാരകനായി ഒരു ഓൺലൈൻ റിയാലിറ്റി ഷോ ഒരുങ്ങുന്നു. ഇതെന്താണ്? ടോക്ക് വിത്ത് ആറാട്ടെണ്ണ. ആറാട്ടെണ്ണ സംരംഭകനും OTT ഭൈരവ ബിസിനസ് ഗ്രൂപ്പ് സെൻ ആഡ്സ് മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള ആരോമൽ കുഞ്ഞുമോനാണ് ഷോ നിർമ്മിക്കുന്നത്. ഷോയുടെ ചർച്ചകൾ നടക്കുന്നു. ഫ്രം ആറാട്ടെണ്ണ. ആറാട്ടൻ രാവിലെ ഇട്ടൊരു പോസ്റ്റാണ്. അതായത് പുള്ളി അവതാരകരുടെ ഏതോ പ്രോഗ്രാം വരാൻ പോകുന്നു പറയണം. അപ്പൊ അത് കേട്ടപ്പോ എന്താണ് പെരേരയ്ക്ക് തോന്നുന്നത്? ഓരോരുത്തർക്കും ഓരോ പുള്ളിക്ക് കിട്ടുന്നതല്ലേ പുള്ളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മോഹൻലാൽ ചെയ്യുന്ന റോള് പെരേരയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പറയട്ടെ ലാലേട്ടൻ ചെയ്യുന്ന റോള് പെരേരയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പെരേര ചെയ്യുന്ന റോള് ലാലേട്ടന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എല്ലാവർക്കും ഓരോ ദൈവം അനുഗ്രഹവും കൊടുത്തിട്ടുണ്ട് ഓരോർക്കും ഓരോന്നും ചെയ്യാനായിട്ട്. ഞാൻ ചെയ്യുന്നത് പെരേരയ്ക്ക് ചെയ്യാൻ പറ്റില്ല, പെരേര ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ മാളവിക മേനോനായിട്ടും അർച്ചന കവിയായിട്ടൊക്കെ കോമ്പിനേഷൻ റോളിൽ സീരിയലിൽ അഭിനയിച്ച വ്യക്തിയാണ്. അപ്പം അതേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആറാട്ടെണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ആരുടെ കൂടെയാണ് ഒരു സ്ക്രീൻ സ്പേസ് വെച്ചിട്ട് അഭിനയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. കാരണം വനിതാ വിനിതയിലെ തിയേറ്ററിൽ വരുമ്പോൾ വന്ന് കാണുന്ന അതല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു നടി, ഒരു നായക നടിമാർക്കൊപ്പം സിനിമയിലോ സീരിയലിലോ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാനെന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്നെ പേടിക്കാണ്ട് വന്ന് കൂളായിട്ട് 3 നടിമാരാണ് മീനൂസ് കിച്ചണിൽ വർക്ക് ചെയ്തത്. അതും നല്ലൊരു ഭാഗ്യം. ഞാനും ഉണ്ടായിരുന്നല്ലോ. അത്യാവശ്യം 30 വയസ്സിന് മുകളിലുള്ള അത്യാവശ്യം ആർട്ടിസ്റ്റാണ്. താഴെയുള്ളതും മുകളിലുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട്. അത്യാവശ്യം ടാലൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അവർ. ആത്മയിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ട് എനിക്കറിയാവുന്ന. അപ്പോൾ അവരൊക്കെ നമ്മളോട് അഭിനയിക്കുമ്പോൾ കൂളായിട്ട് വന്ന് അഭിനയിക്കുക, പോവുക. അപ്പോൾ അല്ലാണ്ട് അവരായിട്ടുള്ളൊരു നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുന്നില്ല, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുന്നില്ല, ഇതൊക്കെ തുറന്ന് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കതിൻ്റെ ആവശ്യങ്ങളില്ല. കാരണം നമ്മൾ പറഞ്ഞുവിടുന്നല്ല, അഭിനയിക്കുക, അവരുടെ വർക്കുകൾ നോക്കി പോവുക. അത് നമുക്കൊരു സെറ്റ് വെച്ചൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് 1-2 എണ്ണം. കാരണം നമ്മൾ ഒരു എവിടെ പോയാലും നമ്മൾ ഫോട്ടോ എടുക്കും. ഷെയ്ക്കാൻഡ് കൊടുക്കാറുണ്ട്. അതിലൊരു സ്വീകരണം. അല്ലാണ്ട് നമുക്ക് ഒരു റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്ന അവതാരകനായിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഒരു നായക നടിക്കൊപ്പം ഒരു സിനിമയിലോ സീരിയലിലോ ഒന്ന് ആറാട്ടെണ്ണ അഭിനയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആറാട്ടെണ്ണെ നമുക്ക് കൂടുതൽ മോഹൻലാലാണല്ലോ ചെയ്യുന്നത്. അതേപോലെ ഇപ്പൊ സന്തോഷ് വർക്കി ഒരു അവതാരകനായിട്ട് തിളങ്ങുന്നു തോന്നുന്നുണ്ടോ? TV ഷോ ആണോ ചെയ്യാൻ പോണം? ഓൺലൈൻ. അപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ചെയ്യട്ടെ. ഇപ്പോൾ TV ഷോയിൽ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ഒരു TV ഷോ പുള്ളിയിലെ വെച്ച് ഒരു എപ്പിസോഡെങ്കിലും ഒരു TV ഷോയിൽ. ഇപ്പം ഞാൻ വലിയൊരു താരമാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ അമൃത TVയിൽ കോമഡി മാസ്റ്ററിൽ ഗസ്റ്റ് ആയിട്ടൊരു സീനിൽ ഞാൻ വന്നതാണ്, റിവ്യൂവറായിട്ട് തന്നെ ക്യാരക്ടർ. പിന്നെ മഴവിൽമരമയിൽ ഒരു ഓഡീഷൻ പോലുള്ള രീതിയിൽ മഴവിൽമരമയുടെ സ്ക്രീനിൽ വന്നു. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു TV ചാനലിൽ പുള്ളി ഒരു അപ്പിയറൻസ് ആയിട്ട് വരുമ്പോൾ നമ്മളല്ലേ അവരെ പറ്റി കൂടുതൽ അട്രാക്ഷൻ ആകുന്നത്. മനസ്സിലായോ? പുള്ളി ശരിക്കും റിവ്യൂവറാണ്. അപ്പോൾ പുള്ളി ആങ്കറിങ്ങിൽ വരുമ്പോൾ ഒരു അവതാരകനെ വരുമ്പോൾ വരട്ടെ. അപ്പോൾ അതിൽ നമുക്ക് അസൂയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഞാനും അത്യാവശ്യം നടിമാരെ ആങ്കർ ചെയ്യുന്നത് പലതും വന്നിട്ടുണ്ട്. പക്ഷേ പുള്ളി ജെനുവിനായിട്ട് അത് ഷോ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, പുള്ളിയുടെ കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ലൈനിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ മാപ്സ് മീഡിയ വഴി 1-2 പുതുമുഖ നടിമാരെ, സിംഗറിനെയൊക്കെ ആങ്കർ ചെയ്തു, ഒരു ഡയറക്ടറിനെ ആങ്കർ ചെയ്തു, ചേട്ടൻ കണ്ടാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അത് നമുക്ക് മാപ്സ്റ്റിക് മീഡിയ വഴി എന്തായാലും ഇനിയും ഓരോ പുതുമുഖങ്ങളെ നമ്മൾ പുതിയ പഴയകാല നടിമാരെയും കൊണ്ടുവരും, ആങ്കർ ചെയ്യുന്ന പരിപാടി ഉണ്ടാവും. പിന്നെ നമ്മളൊരു വലിയൊരു ഷോ ഇപ്പോൾ ആറാട്ടെണ്ണ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെ, അതിപ്പോൾ ഷോ വരുമ്പോൾ ചിലപ്പോൾ വേറെ ആൾക്കാർ വേറെ രീതിയിൽ ചിന്തിക്കുമായിരിക്കും അല്ലേ? കാരണം ഒരു പാറ്റേൺ കാണുമ്പോഴേ വേറെ രീതിയിൽ ആൾക്കാർ ചിന്തിക്കുമല്ലോ. ഇങ്ങനത്തെ ഷോ പ്രോഗ്രാം വരാൻ സാധ്യതയുണ്ടാവും. പറഞ്ഞ അങ്ങനത്തെ ഒരു ഷോ ആറാട്ടെണ്ണ വെച്ച് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതേപോലത്തെ ഒരു അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം വേറൊരു OTT പ്ലാറ്റ്ഫോം ചിന്തിക്കും. കാരണം സന്തോഷ് വർക്കിയും അലിൻ ജോസ് പെരേര എന്ന വ്യക്തി എനിക്ക് എൻ്റെ വ്യക്തിത്വത്തിന് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. കണ്ടന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ്.
മനസ്സിലായി. മെറ്റീരിയലൈസ് ചെയ്യുന്ന രണ്ട് ഇപ്പോൾ സോപ്പ് ചന്ദ്രികയുണ്ട്, ലെക്സ് ഉണ്ട്. അതിൽ ഏത് ഉപയോഗിക്കണം എന്നുള്ളത് ആൾക്കാരുടെ ഇഷ്ടമാണ്. പക്ഷേ രണ്ടും ബ്രാൻഡാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ സന്തോഷ് വർക്കിയാണെങ്കിലും അലിൻ ജോസ് പെരേര ആണെങ്കിലും ബ്രാൻഡാണ്. ആ ബ്രാൻഡിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് അത് സോഷ്യൽ മീഡിയയിൽ ഓരോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓരോരോ കമ്പനിക്കാർ ഓരോ രീതിയിലും നിലനിർപ്പിക്കാൻ നോക്കും. അവരുടെ നിലനിൽപ്പും പിന്നെ മറ്റുള്ളവർ ഫീൽഡിലോട്ടായി പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ ഒരു പ്രോസസ്.